മലയാളികളെ സംബന്ധിച്ചിടത്തോളം പടം നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ വന്ന് കാണും. അത് മോഹൻലാൽ സിനിമ ആയിരിക്കണം നിർബന്ധം ഇല്ല. ഇപ്പം ലോക ആൾക്കാരെല്ലാവരും വന്ന് കണ്ട പടമാണ്. പക്ഷേ എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് അതുപോലെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അന്ന് 100,000 കളക്ട് ചെയ്യാൻ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അവിടെ. അപ്പോൾ ആദ്യത്തെ 100,000 എനിക്ക് ദൃശ്യം 1 ആണ് കളക്ട് ചെയ്തത്. എമ്പുരാൻ ഫസ്റ്റ് ഡേയിൽ 7.5 കോടി രൂപ കളക്ട് ചെയ്തു. അതായത് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകണം. ഇപ്പോൾ ദുരന്തർ 2 കളക്ട് ചെയ്ത് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്ത് 4.5 കോടി രൂപയാണ്. എമ്പുരാൻ 7.5 കോടി. ഇതുവരെ ഒരു പടത്തിന് പോലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാലൻ എന്ന് പറഞ്ഞ പടം ഒത്തിരി ചൈന ആൾക്കാർ വന്ന് കണ്ടു. ഭയങ്കരമായിട്ട് നമുക്കൊത്തിരി അവർ വന്ന് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ജനനായകന്റെ റിലീസ് കൺഫേം ആണോ? അത് നമുക്ക് 24th ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 24th ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അവർ സെൻസർ കിട്ടിയെന്ന് പറഞ്ഞു. എങ്കിലും ഹാർഡ് കോർ ഫാൻസ് എല്ലാം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ ഒരു ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് എല്ലാവരും കാണുമായിരുന്നു പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു ബിസിനസ് സംബന്ധിച്ച് ഒരു 30 to 40% ബിസിനസ്സേ ഞാനിപ്പോൾ എന്നെ കാണുന്നുള്ളൂ. ഒരിക്കലും മലയാളം പടത്തിന് അങ്ങനെ മാസീവ് ഓപ്പൺ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഈവൻ ലൂസിഫറിന് പോലും ഉണ്ടായിട്ടില്ല. ലങ്കാവിലെ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് GCC ഒഴിച്ചിട്ട് ബാക്കി വാങ്ങിച്ചത് ഞാനായിരുന്നു. അത് നല്ല കൊമേഴ്ഷ്യലി എനിക്ക് ഹിറ്റായിരുന്നു, സക്സസ് ആയിരുന്നു പടം. ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് എമ്പുരാൻ. ഭയങ്കര ഹൈപ്പി വന്ന പടമാണ്. പക്ഷേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷേ ആ പടം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓടിയില്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ അതൊരു പ്രതീക്ഷിച്ച രീതിയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അനുസരിച്ച് അത് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലാഭമായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നത്. സ്പടിക ഇറങ്ങിയപ്പം ഓഡിയൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ വന്ന് കണ്ടിരുന്നു. പിന്നെ അത് സ്പടികം സക്സസ് ആയപ്പം എല്ലാവരും അതങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തിയേറ്റർ കിട്ടാൻ പാടില്ല. മലയാള സിനിമയെ ഓവർസീസ് മാർക്കറ്റിൽ എത്തിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച RFT ഫിലിംസിൻ്റെ സ്ഥാപകനായ റൊണാൾഡ് തൊണ്ടിക്കലാണ് ഇന്ന് റിപ്പോർട്ടർ ഫിലിംസ് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. ഇന്ന് ഒരു പോസ്റ്റ് കോവിഡിനൊക്കെ ശേഷം മലയാള സിനിമ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. മറ്റ് ലാംഗ്വേജിൽ നിന്ന് പോലും മലയാള സിനിമയ്ക്കുള്ളൊരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓവർസീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഓവർസീസ് മാർക്കറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ? മലയാള സിനിമ ഇന്ന് 2023 തൊട്ട് വളരെ വലുതായിട്ടങ്ങ് വളർന്നു. പ്രത്യേകിച്ച് 24-25 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമ വളർന്നത് ഓവർസീസ് മാർക്കറ്റിലാണ്. അത് എസ്പെഷ്യലി റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് ദുബായ് GCC ഒഴിച്ചുള്ള കൺട്രികളിലാണ് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ആയിട്ടും ജോലിക്കായിട്ടും, പ്രത്യേകിച്ച് UK, കാനഡ, ഓസ്ട്രേലിയ, ഈ 3 സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒരു 30 വയസ്സ് താഴെയുള്ള ആൾക്കാർ. അപ്പോൾ അവരാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇതുപോലെ വളർത്തിയെന്നാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി UK യിലും കാനഡയിലും ഈ ഭയങ്കരമായിട്ട് ഇത് വളർന്നു. ഇപ്പം പണ്ട് മലയാളം സിനിമയ്ക്ക് ആകെ ഒരു മാർക്കറ്റ് എന്ന് ദുബായ് ആയിരുന്നു. ഇന്നിപ്പോൾ 70% ഇപ്പോഴും 60 to 70% ഇപ്പോഴും ദുബായ് തന്നെയാണെങ്കിലും ബാക്കി 30% ഇപ്പം റെസ്റ്റ് ഓഫ് ദ വേൾഡാണ്. റെസ്റ്റ് ഓഫ് ദ വേൾഡ് എസ്പെഷ്യലി UK, കാനഡ, ഓസ്ട്രേലിയ, ദെൻ US. അങ്ങനെയൊരു വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നല്ല പടങ്ങൾ ബാക്ക് ടു ബാക്ക് നമുക്ക് വരുന്നത് പ്രത്യേകിച്ച് 2024-ലും 2025-ലും ഒത്തിരി ഹിറ്റ് പടങ്ങൾ വന്നു. അത് മലയാള സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം 2024 എല്ലാ മാസവും നമുക്കൊരു ഹിറ്റ് പടങ്ങളുണ്ടായിരുന്നു. എനിക്കൊന്ന് 100 കോടി ക്ലബ്ബ് തന്നെ എനിക്കൊന്ന് ഒരു 6-7 സിനിമകൾ നമുക്ക് ആ വർഷം ഉണ്ടായി. തീർച്ചയായും ഉണ്ടായിരുന്നു. ഇപ്പം സാർ, മലയാള സിനിമകളാണ് ഇപ്പോൾ RFT ഫിലിംസും മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് മൈഗ്രേഷൻസ് ഭാഗമായിട്ട് മലയാളികൾ ഒരുപാട് UK യിലും US ലും അടക്കം പലയിടത്തും ഉണ്ട്. സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ലാംഗ്വേജ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്നവരായിക്കോട്ടെ, തമിഴ് സംസാരിക്കുന്നവരായിക്കോട്ടെ, അവരിൽ നിന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. എങ്ങനെയാണ് അവരിതിനെ? തീർച്ചയായിട്ടും നമ്മൾ മെയിൻലി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം മലയാളം പടം കാണാൻ മലയാളികൾ ഏതായാലും വരും. പിന്നെ നമ്മളിപ്പോൾ ഹിന്ദിയും അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ഓഡിയൻസും വരാറുണ്ട്. പക്ഷേ നമുക്ക് വൈഡർ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് നമ്മൾ കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നു. പിന്നെ അതർ നോൺ ഇന്ത്യൻ, അതായത് ചൈനീസ് ആൾക്കാർ വരാറുണ്ട് പടം കാണാൻ. ഇപ്പോൾ എസ്പെഷ്യലി ഈ റീസെൻ്റ്ലി ബാലൻ എന്ന് പറഞ്ഞ പടം ഒത്തിരി ചൈന ആൾക്കാർ വന്ന് കണ്ടു. ഭയങ്കരമായിട്ട് നമുക്കൊത്തിരി അവർ വന്ന് ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ദൃശ്യം കാണാൻ ആൾക്കാർ വന്നു. കാരണം ദൃശ്യം ചൈനീസിലടക്കം ഞങ്ങൾ ആ രീതിയിലൊക്കെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് കണ്ടു. അപ്പം ഇപ്പം നമുക്ക് വേറെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാൻ വേണ്ടി. ഇന്ത്യൻസ് അല്ല, നോൺ ഇന്ത്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ RFT ഫിലിംസിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ഈ ഫിലിം ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരിക എങ്ങനെയാണ്? അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സിനിമയോടുള്ളൊരു ഇഷ്ടം ആണ്? ഞാൻ 2001
UK പോയതാണ്. അത് ഞാൻ നേഴ്സാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ഞാൻ നേഴ്സിംഗ് പ്രൊഫഷനായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് നാൾ നമ്മൾ അന്നൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ 2004 5 ഒക്കെ നമ്മൾ പടങ്ങൾ പല ആൾക്കാരെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. നമ്മൾ ഒരു സ്ഥലങ്ങളിലൊക്കെ കാണിക്കും. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 3 സ്ഥലങ്ങൾ. മെയിനായിട്ട് അന്നത്തെ ആൾക്കാർ മുഴുവൻ ലണ്ടനിലാണ്, ഈസ്റ്റ് ഹാമിലാണ് ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ഈസ്റ്റ് ഹാമിൽ ഒരു തിയേറ്റർ ഉണ്ട്, ഒരു ഇന്ത്യക്കാരുടെ തിയേറ്റർ ഉണ്ട്. അവിടെയായിരുന്നു പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും. ബാക്കിയുള്ള സൈഡിലോട്ടൊന്നും പടങ്ങളില്ലായിരുന്നു. പിന്നെ നമ്മൾ ഷോസൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. പിന്നെ ഒരു 2010 ആയപ്പോഴാണ് നമ്മളിത് പടത്തിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ പടം കൊണ്ടുവന്ന് ഇൻ ഹരിഹർ നഗർ 2 എന്ന് പറഞ്ഞ പടമായിരുന്നു. അത് ഞങ്ങൾ 3 പേര് കൂടിയാണ് ഞങ്ങൾ ആ പടം കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ 4-5 സ്ഥലങ്ങളിൽ കളിക്കുന്നത്. അന്ന് പെട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് 2 പെട്ടി വരും നാട്ടിൽ നിന്ന്. അപ്പോൾ ഒരെണ്ണം UK ഒരെണ്ണം യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരുന്ന സ്വിറ്റ്സർലൻഡിൽ മാത്രമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പം ഈ ഒരു പെട്ടി തന്നെ പല ആഴ്ചയിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തിച്ചാണ് നമ്മൾ തന്നെയാണ് പെട്ടി ചുമക്കുന്നത്, കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. 2012 ആയപ്പോഴേക്കാണ് ഇച്ചിരി വളർന്ന് കുറച്ചുകൂടി ആൾക്കാർ വന്നു. നമ്മൾ ഇച്ചിരി വലിയ രീതിയിൽ, അതായത് 10-20 സെൻറ്ററിലൊക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പെട്ടിയിൽ നിന്ന് മാറിയിട്ട് DCP ആയി. പിന്നെ DCP മാറി അതിപ്പോൾ നമ്മൾ തന്നെ അയക്കും. നമ്മൾ ഇത് DCPയുടെ നമുക്കിത് വന്നു കഴിയുമ്പോൾ നമ്മളത് കോപ്പി ചെയ്തിട്ട് നമ്മൾ തന്നെ തിയേറ്ററിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ട് ഒരു കമ്പനി ഏറ്റെടുത്ത് അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അന്നൊക്കെ ഭയങ്കര സ്ട്രഗിളിൽ കൂടെ കടന്നു പോയതാണ് മലയാള സിനിമ. അന്നൊന്നും ഈ പറഞ്ഞ വലിയ ആളില്ല. നമ്മൾ ഫിലിം ചാർട്ട് ചെയ്യുന്നത് നമുക്ക് 2 ദിവസമായിരുന്നു കളിക്കുന്നത്. സൺഡേ ഒരു ദിവസം കളിക്കും, പിന്നെ ഒരു വീക്ക് ഡേയ്സിലും കളിക്കും, അപ്പോൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കുമെന്ന് പള്ളി കുർബാനയുണ്ടോ, പള്ളി കുർബാനയുടെ ആൾക്കാർ വരില്ല, അല്ലെങ്കിൽ ആരുടെയും ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ, അന്നൊന്നും ആൾക്കാർ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളിലേക്ക് കൂടുതൽ. അപ്പം 100 പേരാണ് ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു പാർട്ടി ഉണ്ട്, ചിലപ്പോൾ 50 പേര് അങ്ങോട്ട് പോകും. ആരില്ല, അങ്ങനെ അങ്ങനെയാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ 2016-17 ഒക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടി ആൾക്കാർ കൂടി. ഇമിഗ്രേഷൻ കുറച്ചുകൂടി വന്നു, സ്പെഷ്യൽ സ്റ്റുഡൻസ് ഒക്കെ വരാൻ തുടങ്ങി. അന്നാണ് ഇത് വളരാൻ തുടങ്ങിയത്. പിന്നെ ഒരു 2017 എനിക്കൊന്ന് ഒടിയനൊക്കെ വന്നപ്പോൾ തന്നെ ഒരു ആൾക്കാർക്കൊരു കുറച്ചുകൂടിയൊക്കെ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. പിന്നെ ലൂസിഫറാണ് നമുക്ക് ഒരു വലിയ ഗ്രാൻഡ് സക്സസ് ആയ. പുലിമുരുകൻ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പുലിമുരുകൻ ഭയങ്കര സക്സസ് ആയിട്ട് ഒരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്ന പുലിമുരുകനാണ്. തീർച്ചയായിട്ടും അന്ന് 100,000 കളക്ട് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അവിടെ. അപ്പോൾ ആദ്യത്തെ 100,000 എനിക്ക് ദൃശ്യം 1 ആണ് കളക്ട് ചെയ്തത്. പിന്നെ അത് ഞങ്ങളല്ല ചെയ്തത്, വേറൊരാളാണ് ചെയ്തത്. അപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളുടെ ആദ്യത്തെ പടം ദിലീപിൻ്റെ ഒരു പടമുണ്ട്, അതാണ് മറ്റേ ദിലീപ് മൈ ബോസ്. അതാണ് ഇത് ചെയ്തത്. 100,000 കളക്ട് ചെയ്തൊരു പടം ആദ്യമേ. അത് 100,000 നിന്ന് നമുക്ക് 1 മില്യൺ കളക്ട് ചെയ്യുന്ന പോലെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങളൊക്കെ അങ്ങനെ പിന്നെ ദൃശ്യം കളക്ട് ചെയ്തു. പിന്നെ അങ്ങനെ 2-3 പടങ്ങൾ കളക്ട് ചെയ്തു. പിന്നെ ഒരു പുലിമുരുകനായിരുന്നു. പിന്നെ ഒരു 250K, അതായത് ഒരു 2 കോടി രൂപ അന്നത്തെ ഇത് കളക്ട് ചെയ്തത്. അതാണ് ഏറ്റവും വലിയൊരു കളക്ഷൻ പിന്നെ ഉണ്ടായത്. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ വളരെ സക്സസ് അല്ലെങ്കിലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാകും. വലിയ രീതിയിലൊന്നും അങ്ങനെ ഓടാറില്ല. പിന്നെ ലൂസിഫർ വന്നപ്പോഴായിരുന്നു പിന്നെ ഒരു വലിയൊരു സാധനം വന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഇത് നോക്കിക്കഴിയുമ്പം ഈ പടം തിയേറ്റർ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു വിജയുടെ പടം, രജനീകാന്തിൻ്റെ പടം, തമിഴ് പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ് അവിടെ. അപ്പോൾ അവരുടെ പടങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പടത്തിന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയും ഒരു 2 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഫുൾ സോൾഡ് ഔട്ട്, ഓപ്പണിംഗ് കിട്ടും. ഒരിക്കലും മലയാളം പടത്തിന് അങ്ങനെ മാസീവ് ഓപ്പണിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഈവൻ ലൂസിഫറിന് പോലും ഉണ്ടായിട്ടില്ല. അന്ന് പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആൾക്കാർ അറിഞ്ഞു കേട്ട് അന്നത്തെ പണ്ട് 1 വീക്ക് 2 വീക്ക് ഒക്കെ കഴിഞ്ഞായിരുന്നു റിലീസ്. ഇതുപോലെ ഒരു ഈ സോഷ്യൽ മീഡിയയുടെ ഒത്തിരി ഇൻഫ്ലുവൻസ് അന്ന് ഇല്ലാത്ത കൊണ്ട് ആൾക്കാർ നല്ല പടമാണെങ്കിൽ കാണാൻ വരും. അപ്പം നമ്മൾ സാധാരണ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ പടം നല്ലതാണെങ്കിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെ ഏറ്റവും ഒരു സക്സസ് ആയ പടം പുലിമുരുകനായിരുന്നു. പുലിമുരുകൻ ഭയങ്കര ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്തത്. അപ്പോഴേക്കും ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഓപ്പണിംഗ് അവിടെ കിട്ടി. അതുപോലെ ലൂസിഫറിന് നമുക്ക് ഓപ്പണിംഗ് വന്നു, നല്ലൊരു ഓപ്പണിംഗ് പറ്റും. അത് ഫസ്റ്റ് സെയിം ഡേയിലാണ് ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വന്ന പടം എന്ന് പറഞ്ഞാൽ എമ്പുരാനായിരുന്നു. എമ്പുരാൻ മാസീവ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ 1 ആഴ്ച മുമ്പ് 1.5 ആഴ്ച മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇതെല്ലാം സോൾഡ് ഔട്ടായി പോകുമായിരുന്നു. അപ്പോൾ എമ്പുരാൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാൻ ഫസ്റ്റ് ഡേയിൽ 7.5 കോടി രൂപ കളക്ട് ചെയ്തു. അതായത് അതിൻ്റെ ഒരു ഇത് മനസ്സിലാകണം. ഇപ്പോൾ ദുരന്തർ 2 കളക്ട് ചെയ്ത് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്ത് 4.5 കോടി രൂപയാണ്. എമ്പുരാൻ 7.5 കോടി. ഇതുവരെ ഒരു പടത്തിന് പോലും അത്
ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതുവരെ ബ്രേക്ക്. ഇപ്പം ലിയോ വന്നു, ലിയോ 5.5 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു പവർ അത്രയായിരുന്നു. അത് അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, ഐമാക്സ് റിലീസ് ഉണ്ടായിരുന്നു. ഐമാക്സ് കണ്ടന്റ് താമസിച്ചു വന്ന ഐമാക്സ് റിലീസ് എല്ലാം ക്യാൻസൽ ആയിരുന്നു. അപ്പോൾ അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ മോഹൻലാൽ സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ കൂടെ ചേർത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, ഒരു മോഹൻലാൽ സിനിമ ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വന്ന് കാണും. കേരളത്തിലുള്ള ഒരു വലിയ മാസീവ് ഓപ്പണിംഗ് ആണ്, വലിയ സെലിബ്രേഷനാണ്. ഒരു ഓവർസീസ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇപ്പം പുലിമുരുകൻ, ലൂസിഫർ, എമ്പുരാൻ അടക്കം വലിയ സിനിമകളെല്ലാം അവിടെ ഹിറ്റായി. ഒരു മോഹൻലാൽ സിനിമ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു ഓവർസീസ് മാർക്കറ്റ് ഒരു ഓപ്പണപ്പ് ആവുന്നത്? അവിടുത്തെ ഒരു സെലിബ്രേഷൻ, അവിടുത്തെ ഒരു എൻക്വയറീസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ഇത് മോഹൻലാൽ സിനിമ മാത്രമല്ല. ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് 1 കോടി രൂപയുടെ അടുത്ത് 10 കോടി രൂപയുടെ അടുത്ത് കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ് 2018 കളക്ട് ചെയ്തു. പിന്നെ മഞ്ഞുമേൽ ബോയ്സ് കളക്ട് ചെയ്തു. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം പടം നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ വന്ന് കാണും. അത് മോഹൻലാൽ സിനിമ ആയിരിക്കണം നിർബന്ധം ഇല്ല. ഇപ്പം ലോക ആൾക്കാരെല്ലാവരും വന്ന് കണ്ട പടമാണ്. പക്ഷേ എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുപോലെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഇപ്പം ദൃശ്യം 2ാമത് കളക്ട് ചെയ്തത് നന്നായിട്ട് കളക്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ മോഹൻലാൽ പടങ്ങൾ ആരെങ്കിലും നിർബന്ധം ഇപ്പം നല്ലതാണെങ്കിൽ ആൾക്കാർ വരും. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാർ വരും. ഇപ്പോൾ ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമകൾക്ക് ഈ റിസപ്ഷൻ വലിയ രീതിയിൽ വരുന്നു. ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ മലയാള സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? മീൻസ് കണ്ടന്റ് വൈസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് അതിൻ്റെ മലയാള സിനിമയ്ക്ക് വന്നൊരു എനിക്കൊന്ന് ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഇപ്പം തിയേറ്ററിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ പറഞ്ഞായിരുന്നു, ആൾക്കാർ ഇനിയിപ്പം വലിയ സിനിമകൾക്ക് മാത്രമേ ആൾക്കാർ വരുള്ളൂ, ചെറിയ സിനിമകൾ മിക്കവാറും തിയേറ്റർ റിലീസിൽ OTT റിലീസ് ആയിരിക്കും കൂടുതൽ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നല്ല പടങ്ങളാണെങ്കിൽ ആൾക്കാരെല്ലാം, പ്രത്യേകിച്ച് ഒരു 2-3 നല്ല പടങ്ങൾ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളെ നല്ല ഗുണം ചെയ്യും. കാരണം എന്താ വെച്ചാൽ അടുത്ത ഒരു 2-3 പടങ്ങൾ കാണാൻ ആൾക്കാർ നമുക്കൊരു ഹാബിറ്റായി ആകാണ്. അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 2024 ഏറ്റവും കൂടുതൽ എല്ലാ മാസവും ഹിറ്റ് ഉണ്ടായത്. അപ്പം ആ ഒരു 5-6 മാസം കണ്ടിന്യൂ ഏത് പടം എടുത്താലും നമുക്ക് ഭയങ്കരമായിട്ട് ആൾ വരുമായിരുന്നു. പിന്നെ അതങ്ങ് പതുക്കെ സ്ലോ ഡൗൺ ആയി. ആൾക്കാർ പടം മോശമാണെങ്കിൽ വരാറായി. 2025 എനിക്കൊന്ന് തുടക്കം ഒന്ന് സ്ലോ ആയിരുന്നു. 2025 ആദ്യത്തെ 2 എനിക്ക് ഇപ്പോൾ രേഖാചിത്രം ഉണ്ടായിരുന്നു, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അങ്ങനെ കുറച്ച് പടങ്ങൾ ഭയങ്കര ഹിറ്റ്. 2024 ഒരു ജമ്പ് ഇല്ലായിരുന്നല്ലോ. ഇല്ല. ഉച്ചൂട് അപ്പോൾ അന്നാണല്ലോ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 2024. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് വർക്കായ പടങ്ങളാണ്. ഈ ക്ലാഷ് റിലീസ് വരുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ആവേശവും നിങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പറഞ്ഞ 2024 ഈ പടങ്ങൾ വരുന്നത്. അതിന് മുമ്പേ ആടുജീവിതം വരുന്നു മാർച്ച് എൻഡിൽ. ഇത്തരം ഈ ക്ലാഷ് റിലീസുകൾ വരുന്നു. ഈ 3 പടങ്ങളും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. 3 പടങ്ങൾക്കും ഒരു 3 രീതിയിലുള്ളൊരു ഓഡിയൻസ് ഉണ്ടാവുന്നു. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് തിയേറ്റർ അടക്കം? ക്ലാഷ് റിലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ കളക്ഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതിനാ, ഇപ്പോൾ ആൾക്കാർ മുൻകൂർ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവർ ഏതാണ് ബെസ്റ്റ് പടം അത് പോയി കാണും. അപ്പം ആദ്യം ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ റിവ്യൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂറിന് റിവ്യൂ വരും. അത് നമ്മൾ ഇവിടുത്തെ ഒരു PR മാർക്കറ്റിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അങ്ങോട്ട് വരുന്നത്. അപ്പം അവരുടെ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ 2 പടം ചെയ്യുവാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 2 പടത്തിന് ആവശ്യത്തിനുള്ള സ്ക്രീൻ കിട്ടാറില്ല. അപ്പോൾ അവർ തന്നെ ചോദിക്കും, തിയേറ്ററിൽ ചോദിക്കും ഏത് പടമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും പടത്തിൻ്റെ പേര് പറഞ്ഞു, ഇന്ന പടങ്ങൾ. അപ്പോൾ അവർ ആദ്യം അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ചാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കളക്ഷനെ തീർച്ചയായിട്ടും ബാധിക്കും. പിന്നെ നല്ല പടമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 പടമുണ്ട്, നമ്മൾ ഒരു പടം നന്നായിട്ട് ചാർട്ട് ചെയ്തു, പക്ഷേ സെക്കൻഡ് പടം കുറച്ച് സ്ക്രീൻസ് കുറവാണെങ്കിൽ ആ പടം നല്ലതാണെങ്കിൽ 2ാം ആഴ്ച പിക്ക് ചെയ്യും. രണ്ടിനും ഒരു ഈക്വൽ കൗണ്ടിലിംഗ്. പക്ഷെ 2 പടങ്ങളും കാണാൻ ആൾക്കാർ ഉണ്ടാവില്ല. കാരണം ഒരു നല്ല പടത്തിനാണ് ആൾക്കാർ സാധാരണ പോകുന്നത്. 2 പടം നല്ലതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നേരത്തെ പറഞ്ഞല്ലോ ഒരു പുലിമുരുകൻ, ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ഒരു പ്രീ കോവിഡ് ടൈം ആയിരുന്നല്ലോ. ഈ കോവിഡ് വരുന്ന സമയത്ത് ഈ പറയുന്ന മലയാള സിനിമ മൊത്തത്തിലും എല്ലായിടത്തും സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സ്റ്റക്കായി നിന്ന അവസ്ഥയായിരുന്നു. അന്ന് RFT ഫിലിംസ് എങ്ങനെയാണ് അതിനെ ഒന്ന് തരണം ചെയ്തും, അല്ലെങ്കിൽ ആ ഒരു കോവിഡ് പീരീഡ് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? കോവിഡ് പീരീഡ് പടങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീസ്റ്റ് ആയിരുന്നു ആദ്യം വന്നൊരു പടം. അന്ന് പകുതി അന്ന് UK പ്രീസ്റ്റ് റിലീസ് ചെയ്തില്ല. ബാക്കി ഞങ്ങൾ ഓവർസീസ് ഞങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രം ചെയ്യാൻ പറ്റില്ല. UK ഇല്ലായിരുന്നു. ഓസ്ട്രേലിയയിൽ കളിച്ചിരുന്നു, കാനഡയിലുണ്ടായിരുന്നു. പക്ഷേ UK ഓപ്പൺ ആയില്ല. UK ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ പടമായിരുന്നു. മറ്റേ ഏതാ അല്ലല്ല, നമ്മുടെ സല്യൂട്ടിന് മുമ്പത്തെ പടം, മറ്റേ
ഒരു പടം ഉണ്ടായിരുന്നു, ആ പടമായിരുന്നു ആദ്യം വന്നത്. അത് ഭയങ്കരമായിട്ട് സക്സസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറുപ്പ് യെസ്, കുറുപ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു പടം. എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലും നല്ല ഓപ്പണിംഗ് ആയിരുന്നു അത് അന്ന് ഫുൾ ഓക്യുപ്പൈഡ് അല്ലായിരുന്നു തോന്നുന്നു. അല്ലല്ല, ഫുൾ 50% എന്നിട്ടും അത് നന്നായിട്ട്, കാരണം ആൾക്കാരെല്ലാം വളരെ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സാധനം വരുന്നു, ഇത് ഓപ്പൺ ആവുന്നു, അപ്പോൾ എല്ലാവരും കൂടെ ഒത്തിരി പേര് ആ പടം കാണാൻ പോയി. ഭയങ്കരമായിട്ടൊരു നല്ല ഓപ്പണിംഗ് വന്നൊരു പടമായിരുന്നു. ഇപ്പം വിതരണം, ഒരു സിനിമ വിതരണത്തിന് എടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ഭാഗമുണ്ടല്ലോ, ലാഭവും നഷ്ടമുണ്ട്. വലിയ പ്രതീക്ഷയിൽ വരുന്ന വമ്പൻ സിനിമകൾ പലപ്പോഴും നിലം തൊടാതെ പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതേസമയം ചെറിയ സിനിമകൾ സർപ്രൈസായി മാറാറുണ്ട്. ഇപ്പം RFT ഫിലിംസിനെ സംബന്ധിച്ചോളം അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മീൻസ് വലിയ ഹൈപ്പിൽ വന്ന് വലിയ തുകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ പോകാത്ത അങ്ങനെ? 90% പടങ്ങളും ഇപ്പം എന്നോടൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഒരു ഗ്യാംബ്ലിംഗ് ആണ്. അതായത് നമുക്ക് 90% മൂവികൾ നമുക്ക് ഫെയിലാണ്, 10% ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്രേക്ക് ഈവൻ ആകുന്ന പടങ്ങളുള്ളൂ. അല്ലാത്ത 5% ആണ് നമുക്ക് പൈസ കിട്ടുന്ന പടങ്ങളുള്ളൂ. അപ്പോൾ ബാക്കി 5% നമ്മൾ ഓക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 80% പടങ്ങളും ഇപ്പം ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് എമ്പുരാൻ. ഭയങ്കര ഹൈപ്പി വന്ന പടമാണ്, പക്ഷേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. പക്ഷേ ആ പടം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓടിയില്ല. ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ അതൊരു പ്രതീക്ഷിച്ച രീതിയിൽ അതിൻ്റെ ഒരു കോസ്റ്റ് അനുസരിച്ച് അത് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലാഭമായിരുന്നു, പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമായിരുന്നു, കാരണം അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പം അങ്ങനെ അത് കളക്ട് ചെയ്യേണ്ട രീതിയിൽ അത് കളക്ട് ചെയ്തില്ല. അപ്പോൾ അതൊരു നല്ല പടമായി അയച്ചുകൂടി നന്നായിട്ട് ഓടുമായിരുന്നെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പടമായി മാറിയേനെ. കാരണം ഇപ്പുറത്ത് അതിന് പിന്നാലെ വന്ന് തുടരും പോലും എമ്പുരാനെ ഭയങ്കര രീതിയിൽ ബ്രേക്ക് ചെയ്ത്. അത് നാട്ടിൽ കേരളത്തിൽ അത് തുടരുവാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത്, പക്ഷേ ഓവർസീസിൽ എമ്പുരാൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെറിയ സിനിമകളുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ പ്രകമ്പനം അല്ലെങ്കിൽ മോഹിനിയാട്ടം, മധുവിധു പോലുള്ള ചെറിയ സിനിമകൾ ഈ പറഞ്ഞ പോലെ ഒരു ഹൈപ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ വന്ന് ഭയങ്കര രീതിയിൽ ഹിറ്റായ പടങ്ങളാണ്. അതെങ്ങനെയാണ് ഓവർസീസിൽ വരുമ്പോൾ? ഇപ്പോൾ കേരളത്തിൽ അത് വേർഡ് ഓഫ് മൗത്ത് വഴി പിക്കപ്പ് ചെയ്ത് പതിയെ കയറുന്നു. ഓവർസീസ് മാർക്കറ്റിൽ അത്തരം ഈ ചെറിയ സിനിമകൾക്കുള്ളൊരു ഒരു സ്വീകാര്യത എങ്ങനെയാണ്? പടം നല്ലതാണെങ്കിൽ ആൾക്കാർ വരും, പക്ഷേ ഒരു ഇനിഷ്യൽ ജമ്പ് ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഈ സാധാരണ അങ്ങനത്തെ പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ആൾ വരും. പ്രത്യേകിച്ച് പുറത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്രൈഡേ ഓപ്പൺ ചെയ്യും, ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിൽ ആൾ വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഹോൾഡ് ഓവേഴ്സ് ഇല്ല. അപ്പോൾ അവരെടുത്ത് മാറ്റും തിയേറ്ററിൽ. അത് ഒരാഴ്ച ഉണ്ടാവും, പക്ഷെ അത് കണ്ടെടുത്ത് മാറ്റും. അപ്പം ഇപ്പം ആൾക്കാർ പറഞ്ഞു കേട്ട് വരാൻ ചിലപ്പം കുറച്ച് സമയം എടുക്കും. ഇപ്പം ഭയങ്കര വലിയ പടങ്ങളാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ആൾക്കാർക്ക് അറിയാം ഇന്നൊരു പടം വരുന്നുണ്ട്, അപ്പം നല്ലതാണെങ്കിൽ അവർ ആ ആഴ്ച തന്നെ കാണാൻ നോക്കും. ചെറിയ പടങ്ങളാണെങ്കിൽ അവർ ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണാമല്ലോ. സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് സമയം. ചെറിയ പടങ്ങൾക്ക് അങ്ങനെ കുഴപ്പമാണ്, കുറച്ച് സമയം എടുക്കും വരാൻ. പക്ഷേ എങ്കിലും പടം നല്ലതാണെങ്കിൽ അവർ ആൾക്കാർ വന്ന് കാണും. ഈ പ്രകമ്പനം ഞങ്ങൾ ചെയ്ത പടമാണ്, ഞാൻ കണ്ടിട്ടെടുത്ത പടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു, പക്ഷേ നന്നായിട്ട് പോവുകയും ചെയ്തു. ഇപ്പം 2025 സംബന്ധിച്ച് ഈ പറയുന്ന പോലെ പ്രകമ്പനം അടക്കം, ഈ പറയുന്ന മോഹിനിയാട്ടം അടക്കം, വാഴാറ്റം അടക്കം പല ചെറിയ സിനിമകൾ വിജയിക്കുന്നു. അതിനൊപ്പം തന്നെ ദൃശ്യം 3 പോലുള്ള വലിയ സ്റ്റാർ സിനിമകളും വിജയിക്കുന്നു. എങ്ങനെയാണ് സോഫാർ 2025 എങ്ങനെയാണ് RFT ഫിലിംസിന്? 2020 വലിയ പടങ്ങൾ, നല്ല കുറച്ച് പടങ്ങളുണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ദൃശ്യം ഉണ്ടായിരുന്നു, എനിക്ക് പ്രകമ്പനം വന്നു, പിന്നെ വേറെ ഏതാണ് ഈ പടങ്ങൾ ഈ അടുത്ത എനിക്ക് ഈ ആഴ്ചയൊക്കെ പടങ്ങളുണ്ട്. പിന്നെ ഇവൻ ജനനായകനുണ്ട്. ഞാൻ ജനനായകൻ ജനുവരി ഞാൻ ചാർട്ട് ചെയ്തതാണ്. അപ്പോൾ ജനനായകൻ്റെ കാര്യം ഒന്ന് എടുത്ത് ചോദിക്കണം. കാരണം വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്നൊരു സിനിമ, അത് പല കാരണങ്ങൾ കൊണ്ടും അത് നീട്ടിപ്പോയി. അപ്പോൾ എങ്ങനെയാണ് ജനനായകൻ്റെ റിലീസ് കൺഫേം ആണോ? അത് നമുക്ക് 24 ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 24 ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരു സെൻസർ കിട്ടിയെന്ന് പറഞ്ഞു, ഞങ്ങൾ അതിനോട് ചെയ്യുന്നുണ്ട്. എന്താണ് ജനനായകൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? ജനനായകൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് പടമായതുകൊണ്ട് ആ ജനുവരിയിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ മാറ്റിവെച്ചപ്പോൾ CM ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ആഴ്ചയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചു, ഇറങ്ങിയില്ല. പിന്നെ പടം ലീക്കായി. ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പടമുണ്ട്. പക്ഷെ എങ്കിലും ഹാർഡ് കോർ ഫാൻസ് എല്ലാം ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണും. പിന്നെ ഇത് ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് എല്ലാവരും കാണുമായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ബിസിനസ് സംബന്ധിച്ച് ഒരു 30 to 40% ബിസിനസ്സേ ഞാൻ ഇപ്പം തന്നെ കാണുന്നുള്ളൂ. ഒരു ആദ്യം കിട്ടേണ്ടിയിരുന്ന ഒരു കിട്ടില്ല. കിട്ടില്ല. ഇപ്പം
ഇപ്പം ഈ പുതിയ സിനിമകളോടൊപ്പം തന്നെ ഇപ്പോൾ റീ റിലീസ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പുതിയൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യം തെലുങ്കിലും തമിഴിലും ആയിരുന്നു റീ റിലീസ് ട്രെൻഡായിക്കൊണ്ടിരുന്നെങ്കിൽ മലയാളത്തിലും റീ റിലീസുകൾ വലിയൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവണപ്രഭു, ചോട്ടാ മുംബൈ, ഇപ്പോൾ ഹാപ്പി വന്നു. ഇതൊക്കെ RFT ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഹാപ്പി ഇനി വരാൻ പോകുന്നതാണ്. ഹാപ്പി ഞാൻ ചെയ്തിട്ടില്ല ഈ ആഴ്ച, അടുത്ത ആഴ്ച. അപ്പോൾ എങ്ങനെയാണ് ഈ റീ റിലീസ് ഫിലിംസിന് അവിടെ ഉള്ളവർ, ഇപ്പം മലയാളികൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു സെലിബ്രേഷൻ എങ്ങനെയാണ്? റീ റിലീസ് ആദ്യം ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം എന്നാ മോഹൻലാലിൻ്റെ ഈ പടമായിരുന്നു ഇറങ്ങിയത്, സ്ഫടികം. അതെ, സ്ഫടികം ഇറങ്ങിയപ്പം there was an audience ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ വന്ന് കണ്ടിരുന്നു. പിന്നെ അത് സ്ഫടികം സക്സസ് ആയപ്പം എല്ലാവരും അതങ്ങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ തിയേറ്റർ കിട്ടാൻ പാടാണ്. റീ റിലീസിന് തിയേറ്റർ കിട്ടാൻ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആമസോണിലും യൂട്യൂബിൽ ഈ പടം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, എന്തിനാണ് ആൾക്കാർ വന്ന് തിയേറ്ററിൽ വന്ന് കാണുന്നത്? അത് ഒരു വാലിഡ് പോയിന്റ് ആണ്. പിന്നെ കേരളത്തിൽ ചിലപ്പം ഈ പടം ഓടുമായിരിക്കും, കാരണം അത്ര ഓഡിയൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ പുറത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും വലിയ ഓഡിയൻസ് ഇല്ല. കാരണം പുറത്ത് ചിലപ്പം UK നമ്മുടെ കണക്കനുസരിച്ച് 8 ലക്ഷം ആൾക്കാരാണുള്ളത്, മലയാളികളുള്ളത്. അതിൻ്റെ അകത്ത് പടം കാണുന്നത് 25% ആൾക്കാരാണ്. ഒരു ഇന്ത്യ പടം കാണുന്ന ലെസ് ദാൻ 10% ആണ്. അപ്പോൾ പുറത്തായതുകൊണ്ട് ചിലപ്പോൾ 25% ആയിരിക്കും കാണുന്നത്. അതിൽ റീ റിലീസ് കാണുന്ന എത്ര പേരുണ്ടാവും? 1% ആയിരിക്കും. 1% എന്ന് പറഞ്ഞാൽ വളരെ 1000 പേര് താഴെ വരുന്നു, അല്ലെങ്കിൽ 2000 പേര്. അത് കണ്ടിട്ട് നമുക്ക് കാര്യമില്ല. നമ്മുടെ കോസ്റ്റ് പോലെ നമുക്കിപ്പോൾ റിലീസ് ചെയ്യുന്ന പടമാണെങ്കിൽ തന്നെ നമ്മൾ സെൻസർ ചെയ്യണം. സെൻസർ വിൽ കോസ്റ്റ് മണി, DCPക്ക് അയക്കാം, ദാറ്റ് വിൽ കോസ്റ്റ് മണി. കാരണം പിന്നെ മാർക്കറ്റ് ചെയ്യണം, അതിനും ഇതെല്ലാം പൈസയാണ്. അപ്പം അത് ഒരിക്കലും നമുക്ക് കവർ ചെയ്ത് വരാറ്. നമ്മൾ ഒത്തിരി പടങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നിനും നമ്മുടെ കോസ്റ്റ് കവർ ആയിട്ടില്ല. ഇപ്പം ഹാപ്പി ഇപ്പം കേരളത്തിൽ റിലീസ് ചെയ്ത് ആഴ്ചകൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ അതും ഒരു ഓഡിയൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻക്വയറീസ് വരും. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻക്വയറീസ് വരും, ഇതേ ആൾക്കാർ പ്രൊഡ്യൂസറിനെ വിളിക്കും. അപ്പം പ്രൊഡ്യൂസർ എന്ത് വിചാരിക്കും? ഭയങ്കര എൻക്വയറി ആയിരിക്കും. പക്ഷേ 4-5 ആൾക്കാരായിരിക്കും വിളിക്കുന്നത്. അതൊരിക്കലും അതൊരു ബിസിനസ് അല്ലല്ലോ. ചിലപ്പോൾ ഒരു ഷോയ്ക്ക് ഷോയ്ക്കുള്ള ആളുകൾ, പക്ഷെ നമുക്ക് ഒരു ഷോ ആയിട്ട് നടത്താൻ പറ്റില്ല. നമുക്ക് നടത്തുമ്പോൾ ഒരു 10 സ്ഥലത്തെങ്കിലും നടത്തിയാൽ നമ്മൾ ഈ നമ്മുടെ ചിലവാക്കുന്ന പൈസ തിരിച്ചു കിട്ടണം. ഇവർ റിലീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെൻസ് ഉണ്ട് ഏതായാലും. കാരണം സെൻസർ ചെയ്യണം, കാരണം പണ്ട് സെൻസർ ചെയ്താലും നമുക്ക് റീ റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സെൻസർ ചെയ്യണം എന്ന് പറയും. പിന്നെ ഇത് അയക്കുന്നതിൻ്റെ പൈസ, ഇതൊക്കെ ചിലവുകളാണ്. പിന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് വരുന്നത് 40% അല്ലെങ്കിൽ 50% ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കത് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. പിന്നെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് ആൾക്കാർ സന്തോഷം, നമ്മൾ അത് ചെയ്യുന്നു. അപ്പം ഈവൻ ദോ നമുക്ക് നഷ്ടമാണെങ്കിൽ പോലും ആ ഓഡിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചൊരു ഹാൻഡ്ഫുൾ ആയിട്ട് ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടൻ പടങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അതിനെ കൂടെ നമ്മൾ എന്തായാലും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മമ്മൂക്ക പടങ്ങളെക്കുറിച്ച്. ഇപ്പം ഒരു പോസ്റ്റ് കോവിഡിനൊക്കെ ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമകളെന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്, എക്സ്പെരിമെൻറ്റ് സിനിമകളാണ്. ഇപ്പം കളങ്കാവൽ, ഭ്രമയുഗം ആയിക്കോട്ടെ, കണ്ണൂർ സ്ക്വാഡ് ആയിക്കോട്ടെ. അപ്പം ഒരു കമേഴ്ഷ്യൽ സ്വഭാവം അതിന് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. കൂടുതൽ എക്സ്പെരിമെൻ്റൽ സ്വഭാവമാണ് കൂടുതൽ. മമ്മൂട്ടി സിനിമകൾ എങ്ങനെയാണ് ഓവർസീസ് മാർക്കറ്റിൽ ഇപ്പോൾ RFT ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സിനിമകളടക്കം എങ്ങനെയാണ് അത്? കഴിഞ്ഞ ലാസ്റ്റ് പടം കണങ്കാവലായിരുന്നു. കണങ്കാവലിൻ്റെ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് GCC ഒഴിച്ചിട്ട് ബാക്കി ചെയ്ത് ഞാനായിരുന്നു. അത് നല്ല കൊമേഴ്ഷ്യലി എനിക്ക് ഹിറ്റായിരുന്നു, സക്സസ് ആയിരുന്നു പടം. നല്ലാത്ത ഓഡിയൻസും വന്നായിരുന്നു. കാരണം അത് ഒരു വെറൈറ്റി ഒരു സാധനമായിരുന്നു. കാരണം ഇപ്പം മമ്മൂക്കയുടെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 കൊല്ലമായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ പടങ്ങളാണ്. ആൾക്കാർ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് പടങ്ങൾ വരുന്നത്. പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ പടങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ഓടുന്നുണ്ട് അവിടെ. ഇപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ ഓവർസീസ് മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഒരു ചാലഞ്ച് എന്താണത്? ഇപ്പം ഈ ഒരു കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ലേറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് പിന്നെ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ്. ഞാൻ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പടം നമ്മൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് പടം തുടങ്ങുന്നത്. തിങ്കളാഴ്ച പ്രൊഡ്യൂസർ പറയാണ് പടം മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പോൾ ജനനായകനൊക്കെ സംഭവിച്ച അതേ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കുമ്പം ഒന്ന് ഓൾറെഡി ടിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും, ഒരാഴ്ച മുമ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ ഞങ്ങളുടെ അടുത്ത ഒരു ഇതനുസരിച്ച് നമ്മൾ അവിടുത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പം തിയേറ്ററുകാർക്ക് റീഫണ്ട് ചെയ്യണം, പ്ലസ് ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അങ്ങനെയുണ്ട്. അപ്പോൾ അതവർക്ക് ഭയങ്കര നഷ്ടമാണത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇത് തിയേറ്ററുകാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ പറയും ഓപ്പൺ ചെയ്യരുതെന്ന് പറയും. ഒന്ന് ഹോൾഡ് ചെയ്ത് നമുക്ക് KDM വന്നിട്ട് KDM വന്നു കഴിഞ്ഞാൽ മാത്രം ഓപ്പൺ ചെയ്താമെന്ന് പറയാറുണ്ട്.
ഇപ്പോൾ ഇത് നേരത്തെ ഉള്ളത് തെലുങ്ക് പടങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. മലയാളം പടങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. കേട്ടിട്ടുണ്ട് തെലുങ്ക് പടങ്ങൾ പലപ്പോഴും ലേറ്റ് ആയി വരിക, കണ്ടന്റ് ലേറ്റ് ആകുകയും അല്ലെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരികയും, കാരണം ആൾക്കാരുടെ അടുത്തുള്ള പൈസ അവരുടെ സെറ്റിൽ ചെയ്യാൻ പറ്റാതെ വരികയും പ്രൊഡക്ഷൻ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ മലയാളം പടങ്ങൾ ഈ കഴിഞ്ഞ കൊല്ലം വരെ അതില്ലായിരുന്നു. പക്ഷേ ഈ ഒരു 5-6 മാസമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ലേറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ വ്യാഴാഴ്ച റിലീസുള്ള പടത്തിന് നമ്മൾ ഡിമാൻഡ് പറയും, നമുക്ക് തിങ്കളാഴ്ച കണ്ടന്റ് കിട്ടണമെന്ന് പറയും. പക്ഷേ കണ്ടന്റ് വരുന്നത് മിക്കവാറും ഒന്നെങ്കിൽ വ്യാഴാഴ്ച രാവിലെ അല്ലെങ്കിൽ ബുധനാഴ്ച രാത്രിയിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എത്തിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് UK ആൻഡ് യൂറോപ്പിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഇപ്പം ഞാൻ ബബ്ബ എന്ന പടത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. അത് വ്യാഴാഴ്ച റിലീസ് ചെയ്ത പടമാണ്. നമുക്ക് വ്യാഴാഴ്ച രാവിലെയാണ് കണ്ടന്റ് റെഡിയാകുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് സ്റ്റാഫിനെ വിട്ട്, അത് ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 5 കിലോയോളം വരും. അത് നമ്മളൊരു 10 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ട് 10 എണ്ണം ഒരാൾ കൊണ്ടുവന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന് ലണ്ടനിൽ നമ്മൾ വേറെ 5 സ്റ്റാഫിനെ വിട്ട് പല സ്ഥലത്ത് എത്തിച്ചിട്ടാണ് ഈ നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ ട്രെയിനിൽ പോകും, ടാക്സിക്ക് പോകും. അപ്പം നമ്മളൊരു അതിന് തന്നെ ഒരു എക്സ്ട്രാ ആയിട്ട് 15 ലക്ഷം രൂപ നമ്മൾ ഇതിന് തന്നെ ഈ കണ്ടന്റ് എത്തിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ചിലവായി. എന്നിട്ട് ഈ ഷോ മുഴുവൻ ക്യാൻസൽ ആവുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമിൽ എത്തിക്കാൻ പറ്റില്ല. കാരണം 4 മണിക്കാണ് പടമെങ്കിൽ നമ്മളൊരു 2 മണിക്ക് അല്ലെങ്കിൽ 1:30 ഈ പടം മിനിമം 1:30 നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അവർക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സമയമെടുക്കും അപ്ലോഡ് ചെയ്യാൻ. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു 4-5-6 മാസമായിട്ട് നമ്മൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് കാര്യം. അപ്പം ഒരു മാസത്തിൽ 4 പടം ഉണ്ടെങ്കിൽ 2 പടത്തിനും അവസ്ഥ ഇതാണ്. ഒന്ന് ഈ മ്യൂസിക് റെഡി ആകത്തില്ല, അല്ലെങ്കിൽ കളറിങ് ശരി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവസാനം. മെയിനായിട്ട് ഈ വലിയ സിനിമകൾക്കായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ പറയാനില്ല, എല്ലാ പടങ്ങൾക്കും പ്രശ്നമുണ്ട് വരുന്നുണ്ട്. അത് നമ്മളിത് പ്രൊഡ്യൂസ് ഇപ്പം ഞാനിപ്പോൾ ഡയറക്ടർ പ്രൊഡക്ഷൻ ഹൗസോട് എഗ്രിമെൻ്റാണ്. ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം, എനിക്ക് 5 ദിവസം മുമ്പ് കിട്ടും, എനിക്ക് പടം DC കണ്ടൻറ്റ് കിട്ടണം എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് പ്രൊഡക്ഷൻ്റെയും കുഴപ്പമില്ല, ബാക്കിയുള്ളവരുടെ കുഴപ്പമൊന്നും ഞാൻ പറയാം. കാരണം അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഒന്നെങ്കിൽ മ്യൂസിക്കിൻ്റെ അവസാനത്തെ കുറച്ച് പണിപ്പുരവിലുണ്ടാവും, അല്ലെങ്കിൽ CG വർക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ കുറച്ച് അതുകൊണ്ടാണ് ഈ ഡിലേ ആകുന്നത്. ഇപ്പോൾ ഇനി അടുത്ത് ഇപ്പോൾ വരാനിരിക്കുന്നത് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് റിലീസ് വരുന്നൊരു മാസമാണ്. ഇപ്പോൾ തുടക്കം വരുന്നു, ഓണം റിലീസുകൾ വരുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഓഗസ്റ്റിലെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഓഗസ്റ്റ് ഇപ്പം നമുക്ക് വരവുണ്ട്, ഇത് അടുത്ത ആഴ്ച വരവുണ്ട്. അതുകൊണ്ട് ജനനായകനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉന്മാദമുണ്ട്, അത് കഴിഞ്ഞിട്ട് തുടക്കമുണ്ട്. അപ്പം പടങ്ങൾ ബാക്ക് ടു ബാക്ക് ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് എല്ലാ പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഇപ്പം നേരത്തെ ഈ ക്ലാഷ് റിലീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആവേശം ടൈമിൽ പറയുമ്പോൾ ഈ ഓണം റിലീസിലും ഒരു 3 പടങ്ങളാണ് ഇങ്ങനെ ക്ലാഷ് റിലീസ്. 3 വലിയ പടങ്ങളാണ്, സ്റ്റാർ പടങ്ങളാണ്, 3 പ്രതീക്ഷയുള്ള സിനിമകളുമാണ്. തീർച്ചയായിട്ടും ഓണം റിലീസ് ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിലും ഓണം റിലീസുകളുടെ ഈ ക്ലാഷിനെ എങ്ങനെ നോക്കി കാണുന്നു? അതിൻ്റെ അകത്ത് ഒരു പടം തീർച്ചയായിട്ടും വീഴും. ഏതോ മോശം ഏതാണോ ഈ 3. ഇപ്പം 2 പടം നല്ലതാണെന്ന് കൂട്ടിയാൽ തന്നെ, ഇപ്പം ഞാൻ ഇവരോടൊക്കെ പ്രൊഡക്ഷൻ ഹൗസിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, 3 പടങ്ങൾ. പിന്നെ ഈ UK ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് മുക്കിലും മൂലയും 2-3 അസോസിയേഷൻ ഉണ്ടാവും. ഈ 3 അസോസിയേഷൻ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനുള്ളൊരു മണി ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു ഓണം സെലിബ്രേഷൻ പോകണമെങ്കിൽ തന്നെ ഒരാളുടെ നിന്ന് ഒരു 20 പൗണ്ടോളം ചിലവാകും. ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ 4 എണ്ണം ഉണ്ട്. എൻ്റെ അവിടുത്തെ ചെറിയൊരു അസോസിയേഷൻ 4 എണ്ണം. അപ്പോൾ 4 സ്ഥലത്ത് നമ്മൾ പോകേണ്ടി വരും. അപ്പം തന്നെ ഒരു ഫാമിലിക്ക് 10 പൗണ്ടായി. 4 ആകുമ്പം 10-250 പൗണ്ട് അങ്ങനെയായി. പിന്നെ 3 പടങ്ങൾ ഇതെല്ലാം 3 വലിയ പടങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ എല്ലാ പടങ്ങളും കാണണമെന്നുണ്ട്. കാരണം ഇതെല്ലാം തിയേറ്റർ വാച്ച് അർഹിക്കുന്ന പടങ്ങളാണ്, ഡിമാൻഡ് ചെയ്ത്. പ്രത്യേകിച്ച് ഈ പടങ്ങളെല്ലാം വലിയ പടങ്ങളാണ്, ഒരു പടം പോലും അതിൻ്റെ ചെറുതില്ല. അപ്പം നമുക്ക് 3 കാണണമെന്നുണ്ട്. അപ്പം എങ്ങനെ ഇത് കാണാൻ പറ്റും? അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ദി ബെസ്റ്റ് എന്നുള്ളതിലേക്ക് ആൾക്കാർ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ പൈസയുടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ ആൾക്കാരുടെ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം മാറ്റി വയ്ക്കും എന്നാണ് ഇപ്പോഴേ. ഈ മലയാള സിനിമകളാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതർ ലാംഗ്വേജ് ഫിലിംസിലേക്ക്, ഇപ്പം ബോളിവുഡ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞല്ലോ തെലുങ്ക് ഫിലിംസ് ആയിക്കോട്ടെ, എങ്ങനെയാണ് RFT ഫിലിംസ് അതർ ലാംഗ്വേജ് ഫിലിംസിലേക്ക് പോകാനൊരു ഉണ്ട്? ഞാനിപ്പോൾ നമ്മൾ ഒരു ചൈനീസ് പടം 2-3 ചൈനീസ് പടങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു കൊറിയൻ പടമായിട്ട് മിക്ക ജാക്കി ചാൻ്റെ കൊറിയൻ പടമുണ്ട്, അത് നമ്മൾ ചെയ്യാൻ ഉണ്ട്. അതുപോലെ തന്നെ തമിഴ് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയില്ല, അപ്പം നമുക്ക് വരുന്നതൊക്കെ നമ്മൾ ചെയ്യാറ്, നല്ല പടങ്ങളാണെന്ന് കണ്ടു നമ്മൾ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം ഈ പറഞ്ഞ മലയാളികൾ കൂടുന്നപ്പോൾ മലയാളികൾ ഏത് ലാംഗ്വേജ് സിനിമയെ അക്സെപ്റ്റ് ചെയ്യുന്ന
ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എൻക്വയറീസ് വരാറുണ്ട് മലയാളികൾക്കിടയിൽ നിന്ന്, അങ്ങനെ ഒരു എൻക്വയറീസ് വരാറുണ്ടോ മറ്റു ഇല്ല ലാംഗ്വേജ്? അങ്ങനെയില്ല. ഇപ്പം അവിടെ എല്ലാ പടങ്ങളും വരാറുണ്ട്. അപ്പം ഇല്ല കണ്ടവർക്ക് പോയി കാണാൻ അത്രേ ഉള്ളൂ. ഇപ്പം ഞാനല്ലെങ്കിൽ വേറെ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുവരും അത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ എന്താണ് ഈ RFT ഫിലിംസിൻ്റെ ഒരു ഫ്യൂച്ചർ ഇനി എന്താണ് വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക്? അല്ല ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ മലയാളം പടം കളിക്കണം എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പം ലാറ്റിൻ അമേരിക്കയിലൊന്നും മലയാളം പടം കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ അതിനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും തിയേറ്റർ റിലീസ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ഒരു 2014 ഇപ്പം ഞാൻ വന്നപ്പോൾ മലയാളം പടം ഏറ്റവും കൂടുതൽ 7 രാജ്യങ്ങളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 70 രാജ്യങ്ങളിൽ പടം കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിൽ 2 രാജ്യങ്ങളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 40 രാജ്യങ്ങളിൽ കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വളരുകയാണ്. അപ്പം ഇത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കളിക്കണമെന്നാണ്. അപ്പം അതാണ് നമ്മൾ ഒരു 5 കൊല്ലം കൊണ്ട് എനിക്ക് എല്ലാ സ്ഥലത്തും മലയാള സിനിമ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും സാധിക്കട്ടെ. RFT ഫിലിംസ് ഇനിയും ഈ പറയുന്ന പോലെ മലയാള സിനിമയുടെ എല്ലാ സ്ഥലത്തും എത്തിക്കട്ടെ. എല്ലാ സിനിമയും ലാഭകരമാവട്ടെ. ഐ വിഷ്. താങ്ക് യു. താങ്ക് യു സർ.